3 തവണ തിരുവനന്തപുരത്ത് നിന്ന് MP ആയി വിജയിച്ചു കയറി. ഈ ഒരു തവണ കൂടി അങ്ങേ വിജയിപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ അങ്ങ് ജനങ്ങളോട് സമ്മതിദായകരോട് ആവശ്യപ്പെടുന്നത്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറച്ചൊക്കെ ആലോചിക്കാൻ സമയമുണ്ട്. അവരേക്ക് ഞാൻ 5 വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ. രാജ്യത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കാനും എൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പാർലമെൻറ്റിൽ പോയിട്ട് ഡൽഹിയിൽ പോയി ആവർത്തിക്കാനും ആ അവസരം അവർക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഞങ്ങളുടെ ഭരണം വരും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ മുന്നണി ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എൻ്റെ എന്ത് ഭാഗമുണ്ടാവും, എന്ത് റോൾ ഉണ്ടാവും, ഇതെല്ലാം കണ്ട ശേഷം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴത്തെ ചിന്ത 26 ഏപ്രിൽ വരെ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യണം. 4 തീയതി ജൂൺ റിസൾട്ട് അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാം. തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയുടെയും പര്യടനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അവരുടെ പര്യടനം നോക്കാനുള്ള സമയമില്ല സുഹൃത്തെ. എനിക്ക് എൻ്റെ പര്യടനത്തിൽ മുങ്ങിപ്പോയി. രാവിലെ നേരത്തെ മുതൽ രാത്രി വൈകി വരെ ഇതന്നെയാണ് പരിപാടി. അപ്പോൾ എനിക്ക് മറ്റേവരുടെ പ്രചരണത്തെ ഫോളോ ചെയ്യാൻ തീരെ സമയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.